ജെയ്സൺ, അസ്തമയ സൂര്യൻ പതുക്കെ 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 താഴേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഒരു അമ്മ നമ്മളിപ്പോ ലൈവ് പോകുമ്പോഴേക്കും അവിടെ ക്യാമറയിൽ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ പേരെന്താ? കമലാക്ഷി. ഒന്ന് കാണിച്ചേ. മാസം കമലാക്ഷി അമ്മ എവിടുന്നാ? ആമ്പലൂരിൽ നിന്ന് വന്നാണ്. പുലിക്കളി ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഏറ്റവും സൗന്ദര്യമുള്ള പുലി ഏതാ? ഞങ്ങൾ തമ്മിലൊരു തർക്കം. ഇവൻ പറഞ്ഞു കരിമ്പുലിയാ നല്ലത്, ഞാൻ പറഞ്ഞു വരയമ്പുലിയാ നല്ലത്. വരയമ്പുലിയാ നല്ലത്. ഞാൻ ജയിച്ചു. കരിമ്പുലി കൊള്ളില്ല. അത് കുഴപ്പമില്ല. സുജയ, ഇപ്പോൾ നാം കാണുന്നത് കാത്തിരിക്കുകയാണ്. അടുത്ത ടീമിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നേരത്തെ സുജയ പറഞ്ഞതുപോലെ തന്നെ ഒരു സായന്തനത്തിലേക്ക് കടന്നു കഴിഞ്ഞു. സൂര്യൻ അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിന്ന് മാറി അതിൻ്റെ ശാന്തത കൈവരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ആളുകളും വളരെ സന്തോഷമാണ്. കാരണം ചൂടൊക്കെ കുറഞ്ഞിരിക്കുന്നു. ഇനി ഓരോ ടീമും വരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. തൃശ്ശൂരിൻ്റെ സ്വരാജ് റൗണ്ട് ഇപ്പോൾ ആളുകളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും നാം ഓർക്കുന്നത് ഏറ്റവും നമ്മുടെ കൺമുമ്പിൽ വരുന്ന ഏറ്റവും സുന്ദരമായ ദൃശ്യം തൃശ്ശൂർ പൂരത്തിന് ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നതാണ്. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ തൃശ്ശൂരിലേക്ക് എത്തുന്നതും ഈ പുലിക്കളി കാണുന്നതിന് വേണ്ടിയാണ്. ഇന്ന് ഉച്ച മുതൽ തന്നെ ഇവിടേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നേരത്തെ സുജയ കാണിച്ചു, ഒരു അറബിയെ കാണിച്ചു. ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവിടെ നിരവധി പേർ ഈ പുലികളി കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പഠനം നടത്തുന്നതിന് വേണ്ടി എത്തിയിട്ട് ഇത്തരമൊരു സംഭവം മറ്റൊരു രാജ്യത്തും ഇത്തരത്തിൽ വളരെ ചിട്ടയോടുകൂടി വളരെ ആകർഷകമായി നടത്തുന്ന ഒരു പുലികളി ഇല്ല. ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടിയില്ല. തൃശ്ശൂർ പൂരം തന്നെ അത് വലിയ ഉദാഹരണമാണ്. എത്ര ചിട്ടയായിട്ടാണ് 1.5 ദിവസം നീണ്ടു നിൽക്കുന്ന അതിഗംഭീരമായ ആ കാഴ്ച ലോകത്തിന് സമ്മാനിക്കുന്നത്. അത്തരത്തിൽ തൃശ്ശൂർ പൂരത്തെ തന്നെ പുലികളി ഒരുപോലെ തന്നെ അത്രയേറെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ ചിട്ടയോടുകൂടി ചുവട് വെച്ച് ആളുകളെ കൃത്യതയോടുകൂടി തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് എത്തിച്ച് ഗംഭീരമായ നിശ്ചല ദൃശ്യങ്ങൾ കൊണ്ട് അത്തരത്തിൽ ഏറ്റവും ഗംഭീരമായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു സംഭവമായി ലോകം ഇതിനെ പരിഗണിക്കുന്നു. അതുകൊണ്ട് തന്നെ ലോക ടൂറിസം ഭൂപടത്തിൽ പുലികളിയും അത് സ്ഥാനം നേടിക്കഴിഞ്ഞ ആളുകൾ അക്ഷമരായി കാത്തിരിക്കുക തന്നെയാണ്. അടുത്ത ടീം ഈ സ്വരാജ് റൗണ്ടിന്റെ പല ഭാഗത്തും ഇപ്പോൾ ടീമുകൾ കയറിയിട്ടുണ്ട്. നേരത്തെ നടുവിലാൽ വഴി 3 സംഘങ്ങൾ ഇതിനകം തന്നെ കയറി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇപ്പോൾ മുനിസിപ്പൽ ഓഫീസിന് മുൻപിലൂടെ വെളിയന്നൂർ ദേശം കടന്നു കഴിഞ്ഞു. മറ്റൊന്ന് നായ്ക്കനാൽ വഴി നായ്ക്കനാലും അതുപോലെ തന്നെ പാട്രിക്കൽ സംഘവും സ്വരാജ് റൗണ്ടിലേക്ക് കടന്നു കഴിഞ്ഞു. ഏതാണ്ട് ഒട്ടുമിക്ക ടീമുകളും 9 സംഘങ്ങളും തൃശ്ശൂർ സ്വരാജ് റൗണ്ടിന്റെ വിവിധ സ്ഥലങ്ങളിലായി ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നു. അവർ അതിഗംഭീരമായി നൃത്തം ചെയ്യുന്നു. മേളത്തിനൊത്ത് അതിഗംഭീരമായ താളത്തിനും മേളത്തിനും ഒപ്പം ചുവടുവെക്കുന്ന അത്തരത്തിൽ ഏറ്റവും സുന്ദരമായ കാഴ്ച സമ്മാനിക്കുകയാണ് സത്യത്തിൽ തൃശ്ശൂർ ഈ ലോകത്തിന്. ഓണത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ഏറ്റവും സുന്ദരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഏറ്റവും ഗംഭീരമായി കഴിഞ്ഞ എത്രയോ മാസങ്ങളായി എത്രയോ പേരുടെ പ്രയത്നത്തിന്റെ ഫലമാണ് സത്യത്തിൽ ഈ പുലികളി എന്ന് പറയുന്ന ആളുകൾ എത്രയോ കാലങ്ങളായി ഒരു വർഷം കാത്തിരിക്കുന്നു അടുത്ത പുലികളി കാണുന്നതിന് വേണ്ടി. ഈ ഒരു പുലികളി കഴിഞ്ഞു അടുത്ത പുലികളി കാണുന്നതിന് വേണ്ടി അങ്ങനെ കാത്തിരിക്കുകയാണ്. അത്തരത്തിൽ വലിയൊരു കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു. മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നു. വിവിധ പുലിമടകളിൽ നിന്ന് ഇന്ന് പുലർച്ചെ ആരംഭിച്ചതാണ് ഇതിൻ്റെ ഒരു കഠിന പ്രയത്നം. ഇന്നലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നിശ്ചല ദൃശ്യങ്ങൾ ഒരുക്കുന്നതും അതുപോലെ തന്നെ പാദങ്ങളും അതുപോലെ തന്നെ പുലിനഖങ്ങളും മുഖങ്ങളും ഒക്കെ ഒരുക്കുന്ന പ്രവർത്തികൾ കഴിഞ്ഞ് കുറേ ദിവസങ്ങളായി ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയാണ് ശരീരത്തിൽ പുലിവരകളിലേക്ക് കടക്കുന്നത്. എത്ര ഭംഗിയായിട്ടാണ് ഓരോ പുലികളെയും, കരിമ്പുലിയാണെങ്കിലും പച്ചപ്പുലിയാണെങ്കിലും ഫ്ലൂറസെന്റ് പുലിയാണെങ്കിലും അങ്ങനെ ലോകത്തൊരിക്കലും ഒരു സ്ഥലത്തും കാണാത്ത എന്നാൽ അത് സ്വാഭാവികമായി എന്ന് തോന്നിപ്പിക്കുന്ന അത്രയും ഗംഭീരമായ പുലികളെ വരച്ച് മണിക്കൂറുകളെടുത്ത് അത്ര കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഈ 3 മണിയോടുകൂടി അവർ പുലിമടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അത്രയേറെ ആളുകളുടെ കഠിനാധ്വാനത്തിൻ്റെ
ഫലം തന്നെയാണ് സത്യത്തിൽ ഈ പുലികളി എന്ന് പറയുന്നത്. അത് ഈ പൂരം പോലെ തന്നെ പൂരം തന്നെ ആയിരക്കണക്കിന് ആളുകൾ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു 1.5 ദിവസം ഏകദേശം ഇപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന പൂരം. അതുപോലെ തന്നെ വരും നാളുകളിലും ഈ പുലികളിയും 1 നിന്നും 2 ദിവസത്തിലേക്ക് വളരെ അധികം സമയമൊന്നും വേണ്ട, അത്രയേറെ ആകർഷിച്ചു കഴിഞ്ഞു, അത്രയേറെ ലോകത്തിനെ ആകർഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ പിന്നീട് തൃശ്ശൂരുകാരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു ആഘോഷത്തോടു കൂടി കൊണ്ടാടുന്ന ഒരു ഉത്സവം എന്ന് പറയുന്നത് അത് പുലിക്കളിയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോട്ടപ്പുറം മേഖലയിലാണ്. ഇവിടെ നിന്ന് MG റോഡ് നമുക്ക് കാണാം. ഇവിടെ ഇങ്ങനെ മനുഷ്യരങ്ങനെ നടന്നു പോവുകയാണ്. ഒരാളുടെ തലയിലേക്കൊക്കെ നോക്കൂ, അയാൾ തലയുടെ പിറകുവശത്ത് പുലിയുടെ വേഷമൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അത് മുഖത്താണ് പൊതുവെ വെച്ച് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ആ ആഘോഷത്തിന്റെ ഭാഗമായി അവർ അതങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് മാത്രം പറയേണ്ടി വരും. എന്തായാലും ഇനി അല്പസമയത്തിനകം തന്നെ ഈ ഒരു മേഖലയിലേക്ക് സീതാറാം മിൽ ദേശമാണ് എത്തിച്ചേരാനുള്ളത്. അതോടുകൂടി MG റോഡ് വഴി കടന്നു പോകുന്ന 4 ദേശങ്ങൾ അത് നടുവിലാലിലേക്ക് പ്രവേശിക്കുന്ന ചടങ്ങ് പൂർത്തിയാകും. അതിനുശേഷമാണ് പൂർണ്ണമായും സ്വരാജ് റൗണ്ടിനെ വലം വെച്ചുകൊണ്ടുള്ള പുലിക്കളി അരങ്ങേറുക എന്നുള്ളതാണ്. ആ പുലിയാട്ടം കാണുന്നതിന് വേണ്ടി, ആ പുലി ഉറഞ്ഞ് തുള്ളുന്നത് കാണുന്നതിന് വേണ്ടിയാണ് ഈ നിമിഷത്തെയൊക്കെ കാത്തിരിപ്പെന്ന് പറയുന്നത്. അല്പം കൂടി വെയിലൊന്ന് വീണ് കഴിഞ്ഞാൽ ഇപ്പോൾ വരച്ചിരിക്കുന്ന ആ പുലിവേഷങ്ങളുടെയൊക്കെ നിറത്തിനും ആ വർണ്ണത്തിൻ്റെയൊക്കെ വ്യത്യാസം വരും. കാരണം ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത കൂടി അതിന് സന്നിവേശിപ്പിക്കപ്പെടുമെന്നുള്ളതാണ്. അതോടുകൂടി മൊത്തത്തിൽ അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറുകയും ചെയ്യും. ആ ഘട്ടത്തിലായിരിക്കും പൂർണ്ണ തോതിൽ അത് കാണുന്നതിന്, അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനൊക്കെ തന്നെ ഏറ്റവും സന്തോഷകരമായ സാഹചര്യം രൂപപ്പെടുക. എന്താ പേര്? മോഹനൻ, കണ്ണൂർ. പുലിക്കളി അടിപൊളി. ഞാൻ പൂരത്തിനും പുലിക്കളിക്കും കൊല്ലത്തിൽ വരാറുണ്ട്. കണ്ണൂരിൽ ഇതിനു വേണ്ടി മാത്രം വന്നതാണ്? അതിനായിട്ട് വന്നതാണ്. ഇപ്പം 10-22 കൊല്ലമായി തുടർച്ചയായിട്ട് വരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട പുലി ഏതാ? ഇഷ്ടപ്പെട്ട മുന്നത്തെ കരിമ്പൻ അടിപൊളി സാധനം. ഇനിയിപ്പോ നാട് പിടിക്കുകയാണോ? ഇല്ല, നാളെ പോകുള്ളൂ. ഇവിടെ തങ്ങി കളിയൊക്കെ കണ്ടിട്ട് നല്ല പോകുള്ളൂ. പൂരത്തിന് ഇങ്ങനെ തന്നെയാണ്? പൂരത്തിന് 4 ദിവസം ഉണ്ടാവും. ഇങ്ങനെയുള്ള ഭ്രാന്തന്മാരാണ് ഈ പൂരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സത്യം. ഇത്തരം കലാരൂപങ്ങളെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇദ്ദേഹത്തെ പോലെയുള്ള മനുഷ്യരാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രത്യേകിച്ച് ഇതൊരു ആവേശമായി കൊണ്ടു നടക്കുന്ന, ഇത് ജീവതാളമായി കൊണ്ടു നടക്കുന്ന നിരവധിയായ മനുഷ്യരുണ്ട്. സീതാറാം മിൽ ദേശത്തിന്റെ ഫ്ലോട്ട് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവർ നേരത്തെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആ കാഴ്ചകൾ. എന്തുണ്ട് പേര്? വിശേഷം? സുഖം. എവിടെ നാട്? ഞാൻ കോട്ടപ്പുറംകാരനാണ്. ഞങ്ങൾ ഇത്തവണ പുലിക്കളിയില്ല, അത് കാരണം ഞങ്ങള് ദേശം ഇത്തവണയില്ല. ദേശമില്ല, കോട്ടപ്പുറം ഇല്ല, ചക്കാമുക്കാണ്. ചക്കാമുക്കാണ്. കോട്ടപ്പുറം തൽക്കാലം മാറിയതാണോ അല്ലെങ്കിൽ കാലത്തേക്ക് മാറി നിൽക്കണ? കോട്ടപ്പുറമാണ്. അല്ല, 9 ടീമായി. അതെ, അടുത്ത കൊല്ലം ഉണ്ടാവും. അപ്പൊ ചെറിയൊരു വേദന ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ് ക്ലാസ് വെച്ചിരിക്കുന്നത്. പുലിക്കളി വേണമെങ്കിൽ കളിച്ച് കാണിച്ചു തരാം. നോക്കട്ടെ. ഇതാണ് ആവേശം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് നമുക്ക് കാണാം ഇപ്പോൾ കോട്ടപ്പുറം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം, അല്ലെ, അതിന്റെ ഒരു വേദനയുണ്ട്. എങ്കിൽ പോലും ആ താളത്തിനൊത്ത് തുള്ളാതിരിക്കാൻ കഴിയില്ല. ഇല്ല. ഓക്കെ, എന്തായാലും ചെറുപ്പം മുതലുള്ളതാണ് എന്റെ പിന്നാലെ. 25-30 കൊല്ലേ. 30 കൊല്ലമായിട്ട് താളത്തിനൊപ്പം തുള്ളുന്ന ആളാണ്. എന്തായാലും ഗംഭീരാവട്ടെ. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നിരവധിയായ ആളുകൾ ഇങ്ങനെ ഇവിടേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവരൊക്കെ തന്നെ ഒരു കാത്തിരിപ്പിന്റെ സമയവും കൂടിയാണ് ഇത്. നിങ്ങൾ സീതാറാം മിൽ ദേശത്തിന്റെ ആളുകളാണോ? അല്ല, ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെ ലൈൻസ് ലൈൻ ഞങ്ങൾ എല്ലാം ഓക്കെയാണ്. എന്തായാലും KCB ഉദ്യോഗസ്ഥരാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഉത്സവങ്ങളാണ് അത് തൃശ്ശൂരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. തൃശ്ശൂർ പൂരമായാലും അത് പുലിക്കളിയായാലും ഒക്കെ അത്തരത്തിൽ ആവേശവും അതിൻ്റെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളും ഒക്കെ സമ്മാനിക്കുന്നത് ഇത്തരം കാഴ്ചകൾ തന്നെയാണ്. നമുക്കിവിടെ സീതാറാം മിൽ ദേശത്തിൻ്റെ ഒരു പ്ലോട്ട് ഇവിടെ സജ്ജീകരിച്ച് നിർത്തിയിരിക്കുന്നത് കാണാം. അത് പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്. പ്രകൃതിയുടെ സംഭാവനകൾ നമുക്ക് എത്ര വേണമെങ്കിലും സ്വീകരിക്കാം, അത്രയ്ക്ക് അങ്ങോട്ടും കൊടുക്കണമെന്ന് മാത്രമാണ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. എന്താണ് ഇനിയിപ്പോൾ എത്ര സമയം കൊടുക്കും? ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ മാക്സിമം. അതിനുള്ള നമ്മൾ ലാസ്റ്റ് ടീമാണ് നമ്മുടെ ഇവിടുന്ന് കയറുക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടീമാണ്. ഇപ്പോൾ ഒരു അരമണിക്കൂറുള്ള നമ്മൾ കയറും. അപ്പം പൊതുവെ ആളുകൾ ചോദിക്കുക സർപ്രൈസ് ഉണ്ടോന്ന്? തീർച്ചയായും ബാക്കിൽ ഇതിനാണ് നമ്മുടെ സംവിധായകൻ. നമസ്കാരം. എന്താ പേര്? പ്രസാദ്. അപ്പോൾ സർപ്രൈസ് ഉണ്ടാവും? സർപ്രൈസ് ഉണ്ട്. ഞങ്ങൾ പ്രാവശ്യം 3D എഫക്റ്റ് ആണ് പുലി വണ്ടിയിൽ കൊണ്ടിരിക്കുന്നത്. പുലി വന്നാലും അത്ഭുതപ്പെടാൻ പുലിയായിട്ട് വലുത് ഞങ്ങൾ വെച്ചിരിക്കണം. ആദ്യമായിട്ടാണ് നമ്മളിപ്പോ ടേബിളോല് 3D എഫക്റ്റ് ഗ്രാഫിക്സ് ചെയ്തേക്കണം. ബാക്ക്ഗ്രൗണ്ട് LED പോലെ വെച്ചിട്ട് പുതിയ ഈ പുലിക്കളി ചരിത്രത്തിൽ ആദ്യമായിട്ട് അങ്ങനത്തെ കുഴപ്പമില്ല. ഡേനായിട്ട് ചെയ്യണ സാധനം കൊണ്ടുവന്നിരിക്കുന്നത്. മഴയായാലും കുഴപ്പമില്ല, ഔട്ട്ഡോർ ഫിക്സിൽ അത്രയും കൂടുതൽ സാധനം കൊണ്ടുവന്നിരിക്കുന്നത്. പകലായാലും അതേ എഫക്ട് തന്നെ നമുക്ക് കിട്ടും. കുറച്ച് സമയം കൂടി കാത്തിരുന്നാൽ മതിയല്ലോ. മാക്സിമം വന്നുകൊണ്ടിരിക്കണു. പുലികൾക്ക് എല്ലാവരും LED ലൈറ്റാണ്. ഒരു പുലി ഇവിടെ വന്ന് നിൽപ്പുണ്ട്. നമസ്കാരം. എന്താ പേര്? മുരളി. തട്ടത്തിലെ മെയിൻ പുലിയാണ്. 28 വർഷമായിട്ട് നമ്മുടെ തട്ടകത്തന്നെ കളിക്കുള്ളൂ. വേറെ ഒന്നുമില്ല. വേറെ എവിടെ മാറി? നമ്മുടെ മാസണത്
അപ്പൊ അദ്ദേഹത്തെ വിട്ടിട്ട് പോക്കില്ല, തട്ടകം വിട്ടിട്ട് പോക്കില്ല. ഇവിടെ ഞങ്ങളുടെ തിരുതാറം ദേശത്തില് ഇതേ ഈ ഒരു ആവശ്യം എപ്പോഴാണ് ശരിക്കും കയറുന്നത്? ആവശ്യം 91 തുടങ്ങിയിട്ടുള്ള പിന്നെ തലമുറകളായിട്ട് പിന്നെ പ്രസാദം ഏറ്റെടുത്തു കംപ്ലീറ്റ്. പ്രസാദം കേട്ട് കഴിഞ്ഞാൽ അങ്ങ് ഉറഞ്ഞു. പ്രസാദം ഇല്ലെങ്കിൽ പുലിക്കളി ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. അങ്ങൂരാണ് അതിന്റെ മെയിൻ ആള്. വരയിലും എല്ലാ കാര്യത്തിനും അങ്ങൂരാളാണ്. എന്തായാലും ഗംഭീരമായിട്ട് ഇപ്പൊ ബാക്കി ടീം 60 വയസ്സായിട്ടാ. 60 വയസ്സായി. 60 വയസ്സായിട്ടുള്ള ആളാണ്. എത്ര 28 വർഷം? 28 വർഷമായിട്ട് പുലിവേഷം ദേശത്ത് ഇപ്പൊ പുലിക്കളി 28 വർഷം ഞങ്ങള് 28 വർഷം നമ്മൾ ഏറ്റെടുക്കും. നമ്മള് അടുത്ത ആവേശത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഒരു ആർപ്പ് വിളിച്ചാലോ? റെഡിയല്ലേ? കല്യാണ ദേ ആവേശത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പോ നമ്മള് നടന്ന് നടുവിലാലിൽ നടുക്കത്തി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ആ ആവേശമാണ് ഇപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഈ പറയുന്ന പോലെ പുലിക്കളിയുടെ ഒരു അത്യാവേശത്തിലേക്ക് അതാണ് ഇനി അങ്ങോട്ട് പുലിമുട്ടിന്റെ അല്ലെങ്കിൽ പുലിത്താളത്തിന്റെ പുലിച്ചുവടിന്റെ ആ ഒരു ഘോഷയാത്രയിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്. അപ്പോ അതിന്റെ എല്ലാ തരത്തിലുള്ള ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ ടീം മൊത്തത്തിൽ തയ്യാറാണ്.